നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. നെയ്മർ ലോകകപ്പിനുണ്ടാകുമോ? ഈ ചോദ്യമാണ് ഇന്നത്തെ ദിവസം ഫുട്ബോൾ ആരാധകർക്കിടയിൽ, പ്രത്യേകിച്ച് ബ്രസീലിൻ്റെ ആരാധകർക്കിടയിൽ വളരെ സജീവമായി നിലനിൽക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. മാർച്ച് മാസത്തിൽ ബ്രസീൽ കളിക്കുന്ന 2 സൗഹൃദ മത്സരങ്ങൾക്കുള്ള, അതായത് ഫ്രാൻസിനും ക്രൊയേഷ്യക്കെതിരായ 2 സൗഹൃദ മത്സരങ്ങൾക്കുള്ള ടീമിനെ ഇന്ന് കോച്ച് കാർലോസ് ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചു. അപ്പോൾ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ച ടീമിൽ നെയ്മർ ഇല്ല. ഈ 2 സൗഹൃദ മത്സരങ്ങൾക്കുള്ള ടീമിൽ നെയ്മർ ഇല്ല. അപ്പോൾ നെയ്മർ പൂർണ്ണ കായികക്ഷമത വീണ്ടെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നെയ്മറെ ടീമിലെടുക്കാത്തത്. നെയ്മർ എപ്പോഴാണോ 100% ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നത് അപ്പോൾ അദ്ദേഹം ടീമിലുണ്ടാകും എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ നെയ്മർ കഴിഞ്ഞ കളികളിൽ അദ്ദേഹം പരമാവധി കളിച്ചു, മുഴുവൻ സമയം കളിച്ചു എന്നൊക്കെ ആരാധകർ വലിയ വിശ്വാസത്തിലായിരുന്നു. അത് കളിച്ചത് കൊണ്ട് തന്നെ ടീമിലുണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ആഞ്ചലോട്ടി നെയ്മറുടെ ഫിറ്റ്നസ്സിൽ തൃപ്തനാണ് എന്നൊക്കെയാണ് ആരാധകർ കരുതിയിരുന്നത്. പക്ഷേ നിലവിൽ ആഞ്ചലോട്ടി നെയ്മറുടെ ഫിറ്റ്നസ്സിൽ തൃപ്തനല്ല എന്ന സൂചന തന്നെയാണ് തന്നിരിക്കുന്നത്. അദ്ദേഹത്തോട് ആഞ്ചലോട്ടി പറയാതെ പറയുന്നത്, നെയ്മർ നിങ്ങൾ പോയി 100% ഫിറ്റ്നസ്സോടുകൂടി വരും, അപ്പോൾ എൻ്റെ ടീമിലുണ്ടാകും. അതൊരു പ്രൊഫഷണൽ നിലപാടാണ്, പക്ക പ്രൊഫഷണൽ നിലപാടാണ്, 100% പ്രൊഫഷണൽ നിലപാടാണ്. ഫിറ്റ്നസ് ഉണ്ടോ ടീമിലുണ്ടാകും, അല്ലെങ്കിൽ ടീമിലുണ്ടാകില്ല. അത് കൃത്യമായ സന്ദേശമാണ്. അപ്പോൾ അതാണ് ബ്രസീൽ ആരാധകർ ആശങ്കപ്പെടുത്തുന്നത്. കാരണം അടുത്ത മാസമൊക്കെ ആയിട്ട് ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ ടീം മറ്റ് മുന്നൊരുക്കങ്ങളിലേക്ക് പോകുമ്പോഴേക്കും നെയ്മർ പൂർണ്ണ ഫിറ്റ്നസ്സിലായില്ലെങ്കിൽ ആഞ്ചലോട്ടി ഈ നിലയിലാണെങ്കിൽ ആഞ്ചലോട്ടി ഒരിക്കലും ടീമിലെടുക്കും എന്ന് തോന്നുന്നില്ല നെയ്മറെ. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ ആഞ്ചലോട്ടി ടീമിലെടുക്കില്ല എന്ന് തന്നെയാണ് പറയാതെ പറയുന്നത്. അത് വളരെ എനിക്ക് നെയ്മറിനോട് ഒരു വിദ്വേഷവും ഇല്ല. പക്ഷേ 100% ഫിറ്റ്നസ്സുള്ള കളിക്കാർക്ക് മാത്രമേ എൻ്റെ ടീമിൽ സ്ഥാനമുണ്ടാകൂ എന്ന് തന്നെയാണ് ആഞ്ചലോട്ടി ഇന്നത്തെ പ്രഖ്യാപനത്തിലൂടെ, ഈ ടീം പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടയിൽ ആരാധകർ ചീത്ത വിളിക്കുന്നുണ്ട്, ആഞ്ചലോട്ടിയെ പലതും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ബ്രസീലിൻ്റെ മുൻ താരങ്ങൾ, വലിയ വിഖ്യാത ഇതിഹാസ താരങ്ങൾ പോലും നെയ്മറെ ടീമിലെടുക്കണം, നെയ്മറെ ലോകകപ്പിന് പോകുമ്പോൾ നെയ്മർ ടീമിലുണ്ടാകണം. റൊണാൾഡീഞ്ഞോ കുറച്ച് കടത്തി പറഞ്ഞിട്ടുണ്ട്, ഒറ്റക്കാലിൽ കളിക്കാനേ നെയ്മർക്ക് കഴിയുള്ളൂ, എങ്കിലും ടീമിലുണ്ടാകണം. നെയ്മറുടെ പ്രതിഭ അത്ര ഉജ്ജ്വലമാണ്, അതുകൊണ്ട് അദ്ദേഹം ടീമിലുണ്ടാകണം എന്നാണ് റൊണാൾഡീഞ്ഞോ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പല ഇതിഹാസ താരങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷേ കാർലോ ആഞ്ചലോട്ടി നമുക്കറിയാം, മുമ്പ് ക്ലബ്ബുകളുടെ കോച്ചാകുമ്പോഴൊക്കെ വളരെ പേരെടുത്ത ഒരാളാണ് ആഞ്ചലോട്ടി. ക്ലബ്ബുകളുടെ പരിശീലകൻ എന്ന നിലയിൽ അത്രയും വളരെ ഡിസിപ്ലിൻഡായ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്രസീൽ ആഞ്ചലോട്ടിയെ കോച്ചായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ആഞ്ചലോട്ടി വളരെ പ്രൊഫഷണലായിട്ട്, സ്ട്രിക്ട്ലി പ്രൊഫഷണലായിട്ട് തന്നെ പറയുന്നുണ്ട്, ഫിറ്റ്നസ് ഇല്ലാതെ ഏത് സൂപ്പർ താരമാണെങ്കിലും, ഏത് ഇതിഹാസ താരമാണെങ്കിലും എൻ്റെ ടീമിനുണ്ടാകില്ല. എനിക്ക് വേണ്ടത് 100% ഫിറ്റ്നസ്സോടുകൂടി, 100% കായികക്ഷമതയോടുകൂടി മുഴുവൻ സമയം കളിക്കാൻ കഴിയുന്ന കളിക്കാരെയാണ്. അല്ലാതെ പകുതി ഫിറ്റ്നസ് ഉള്ളവരെ ഞാൻ ടീമിലെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്തായാലും ബ്രസീൽ ആരാധകരുടെ ആശങ്ക, അവർ മുൾമുനയിലാണ്. കാരണം ഇനി അധിക സമയമില്ല ടീമിനെ തിരഞ്ഞെടുക്കാൻ. അതിനുള്ളിൽ ഇതാണ് അവസ്ഥയെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ എല്ലാവരും വിചാരിച്ചിരുന്നു നെയ്മർ ഫുൾ ടൈം കളിക്കുന്നുണ്ട്, അപ്പോൾ അയാൾ ഫിറ്റ്നസ് ഉണ്ട്, അപ്പോൾ ആഞ്ചലോട്ടി അയാളെ ടീമിലെടുക്കും എന്നൊക്കെയാണ്. അപ്പോൾ ഇനി അധിക ദിവസമില്ല. ഇന്നത്തോടെ ഒരു കാര്യം ഉറപ്പായി, ഫിറ്റ്നസ് ഇല്ലാതെ ആഞ്ചലോട്ടി നെയ്മറെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോകില്ല. അമേരിക്കയിൽ ലോകകപ്പ് നടക്കുമ്പോൾ അവിടെ നെയ്മർ ഉണ്ടാകില്ല, ബ്രസീൽ ടീമിൽ ഉണ്ടാകില്ല. അത് വളരെ വ്യക്തമായി കഴിഞ്ഞു ആരാധകർക്ക്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ട്. കാരണം നെയ്മറുടെ മിക്കവാറും അവസാനത്തെ ലോകകപ്പാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് കളിക്കാൻ കഴിയുക, ആ കപ്പെടുക്കുക, ആ ലോക കിരീടം ഏറ്റുവാങ്ങുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ആ ടീമിൽ നെയ്മർ ഉണ്ടാവുക എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം
വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നെയ്മർ എന്ന കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ തന്നെ നെയ്മർ ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് കടുത്ത വേദനയും നിരാശയുമുണ്ട്, ഞാൻ വല്ലാതെ വ്രണിത ഹൃദയനാണ്, മുറിവേൽക്കപ്പെട്ടിരിക്കുന്നു, ദുഃഖിതനാണ്, ഞാൻ ടീമിലില്ലാത്തതിൽ, എന്നെ ആഞ്ചലോട്ടി പരിഗണിക്കാത്തതിൽ എനിക്ക് വേദനയുണ്ട്, എന്നാൽ എന്താണോ നടക്കേണ്ടത് അത് നടക്കും എന്നാണ് അദ്ദേഹം ബൈബിൾ വചനം വരെ ഉരുവിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. യേശു മറുപടി പറഞ്ഞു, ഞാൻ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് നിനക്കറിയില്ല, അത് നിനക്ക് പിന്നീട് മനസ്സിലാകും എന്ന ബൈബിൾ വചനമൊക്കെ ഉരുവിട്ടുകൊണ്ടാണ് നെയ്മർ പ്രതികരിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും നെയ്മർ ഏത് ബൈബിൾ വചനം ഉരുവിട്ടാലും ആഞ്ചലോട്ടിയുടെ പ്രിയപ്പെട്ടവനാവുക എന്നത് വളരെ പ്രധാനമാണ്. ആഞ്ചലോട്ടിയുടെ പ്രിയപ്പെട്ടവനാകാൻ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, 100% ഫിറ്റ്നസ് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അതിനി വളരെ കുറച്ച് സമയമേ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളൂ, നെയ്മറുടെ മുന്നിൽ. അതിനുള്ളിൽ പരമാവധി ഫിറ്റ്നസ് വീണ്ടെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തീർച്ചയായിട്ടും നെയ്മർ ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നെയ്മറെപ്പോലൊരു താരം, പ്രതിഭാധനായ താരം, ഉജ്ജ്വല പ്രതിഭയുള്ള താരം, തീർച്ചയായും ലോകകപ്പിൻ്റെ വെളിച്ചം തന്നെ ആകാൻ പ്രാപ്തിയുള്ള ഒരു താരം, ആ ലോകകപ്പിൽ വെളിച്ചം പരത്തും വിധം അവിടെ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അതിന് അദ്ദേഹം ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഫിറ്റ്നസ്, 100% ഫിറ്റാവുക എന്നുള്ളതാണ്. അത് അദ്ദേഹം ചെയ്യും. അങ്ങനെ ബ്രസീലിൻ്റെ അമേരിക്കയിലേക്ക് യാത്രയാകുന്ന വിമാനത്തിൽ നെയ്മറും ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. അതിന് കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്, അത് നെയ്മർ ചെയ്യും. അതിനുള്ള കഠിന പ്രയത്നം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ യാതൊന്നുമില്ല ഇതിൽ. അദ്ദേഹം പക്ക പ്രൊഫഷണലായിട്ടുള്ള, കൃത്യം പ്രൊഫഷണലായിട്ടുള്ള ഒരു കോച്ചാണ്. ആ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം പകുതി ഫിറ്റ്നസ്സുമായി ഒരു കളിക്കാരനെയും അദ്ദേഹം കൊണ്ടുപോകില്ല എന്നത് വളരെ വ്യക്തമാണ്. ആ ഡിസിപ്ലിൻ, ആ അച്ചടക്കം അതിലുണ്ടാകും എന്നത് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നെയ്മർ ആ ഫിറ്റ്നസ് വീണ്ടെടുത്ത് അമേരിക്കയിലേക്ക് ബ്രസീൽ ടീം യാത്രയാകുമ്പോൾ ആ ടീമിലുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.